ബന്ധപ്പെട്ട് എന്തായാലും ഈ വിഷയത്തിൽ മലയാളി കന്യാസ്ത്രീകളടക്കം അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവത്തിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. തിരുവനന്തപുരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. രാജ്ഭവനിലേക്കാണ് പ്രൊട്ടസ്റ്റ് മാർച്ച് ഇപ്പോൾ നടക്കുന്നത്. KPCC നേതാക്കളടക്കം അണിനിരന്നുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, വലിയ പ്രതിഷേധമാണ് ഇതിൽ. BJP ആവട്ടെ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളാവട്ടെ ഇപ്പോൾ കന്യാസ്ത്രീകൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന സംശയത്തിന്റെ നിഴൽ നിർത്തുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികൾ ഇടതും വലതുമാവട്ടെ ശക്തമായ നിലപാടുകൾ ദേശീയതലത്തിലും പ്രതിപക്ഷ കക്ഷികൾ പൊതുവിൽ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് തലസ്ഥാനത്ത് നടക്കുന്ന ഈ പ്രതിഷേധ പരിപാടി? രാജ്ഭവനിലേക്കുള്ള ഈ പ്രതിഷേധത്തിൽ ഏതൊക്കെ നേതാക്കൾ അണിനിരക്കുന്നു? സജിത്ത്, പ്രൊട്ടസ്റ്റ് വോക്ക് എന്ന പേരിലാണ് KPCCയുടെ നേതൃത്വത്തിൽ KPCC ആസ്ഥാനത്ത് നിന്ന് തുടങ്ങിയ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ രാജ്ഭവന് മുന്നിലേക്ക് എത്തുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, അതോടൊപ്പം കേരളത്തിന്റെ ചുമതലയുള്ള AICC സംഘടനാകാരി ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെല്ലാം ഈ പ്രൊട്ടസ്റ്റ് വോക്കിന്റെ ഭാഗമാകുന്നുണ്ട്. തിരുവനന്തപുരം DCCയിൽ നിന്നുള്ള പ്രവർത്തകർ, അതോടൊപ്പം വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ, നേതാക്കന്മാർ എല്ലാവരും ഈ പ്രൊട്ടസ്റ്റ് വോക്കിൽ പങ്കെടുക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതായത് BJP സർക്കാരിനെതിരായ രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കി ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വിഷയം മാറ്റുക എന്നൊരു ലക്ഷ്യം കൂടി കോൺഗ്രസിനുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ വിപുലമായ ഒരു പ്രതിഷേധ പരിപാടി KPCC ആസ്ഥാനത്ത് നിന്ന് ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ രാജ്ഭവന് മുമ്പിൽ പോലീസ് ബാരിക്കേഡ് തീർത്തുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ച് തടയും. തുടർന്നായിരിക്കും നേതാക്കൾ അതിന് സമീപം തയ്യാറാക്കിയിരിക്കുന്ന താൽക്കാലിക വേദിയിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുക. സംസ്ഥാന വ്യാപകമായ പ്രതിഷേധ പരിപാടികൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ട KPCC ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വലിയ നീക്കമാണ് ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് ഇത് കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുക്കുന്നു. കേരളത്തിലെ ഇടതുപക്ഷം ഏറ്റെടുത്തിട്ടുണ്ട്. ദേശീയതലത്തിൽ ഇടതുപക്ഷ MPമാർ അവിടേക്ക് അവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള നീക്കം നടത്തിയിരുന്നു. ഇതാ ഇപ്പോൾ KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് അടക്കം അണിനിരന്നുകൊണ്ട് VM സുധീരൻ, ഒപ്പം തന്നെ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി അടക്കം അണിനിരന്നുകൊണ്ടുള്ള വലിയ പ്രതിഷേധ പരിപാടി. K മുരളീധരൻ അടക്കമുള്ളവർ, ഇവരെല്ലാവരും ഉണ്ട്. എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും, രമേശ് ചെന്നിത്തല അടക്കമുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും അണിനിരന്നുകൊണ്ടുള്ള വലിയ നീക്കമാണ് ഉണ്ടാവുന്നത്. രാജ്ഭവനിലേക്ക് കേന്ദ്ര സർക്കാരിനെതിരായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള അതിശക്തമായ പ്രതിഷേധം രാജ്ഭവന് മുന്നിലേക്ക് എത്തിച്ചേരുകയാണ്. ഡാൻ, ഇതിന് പുറമെ ഇത് KPCCയുടെ സമരമാണല്ലോ, ഇതിന് പുറമെ ക്രൈസ്തവ സഭാ നേതൃത്വം മറ്റൊരു സമരപരിപാടി കൂടി ആസൂത്രണം ചെയ്തിരിക്കുന്നില്ലേ? അതെപ്പോൾ ആരംഭിക്കും? സജിത്ത്, വൈകുന്നേരം 4 മണിക്കാണ് കത്തോലിക്ക ഫോറത്തിന്റെ നേതൃത്വത്തിൽ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് രാജ്ഭവനിലേക്ക് മൗനജാഥ, വായ്മൂടി കെട്ടിക്കൊണ്ടുള്ള മൗനജാഥ നടക്കുക. 3 സഭകളുടെ, അതായത് കത്തോലിക്ക സഭയിലെ തന്നെ 3 കോൺഗ്രിഗേഷനുകളുടെ, ലത്തീൻ സഭയുടെ തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ, അതോടൊപ്പം മലങ്കര സഭയുടെ ആർച്ച് ബിഷപ്പ് ബെത്തേലിസ് മാർ ക്ലീമിസ് കാതോലിക്ക ബാവ ഉൾപ്പെടെ സീറോ മലബാർ സഭയുടെ പ്രതിനിധികൾ അടക്കം ഈ പ്രതിഷേധ മൗനജാഥയിൽ പങ്കെടുക്കുമെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ രാജ്ഭവന് മുന്നിലേക്ക് ഈ പ്രതിഷേധവുമായി എത്തിയിരിക്കാൻ ഒരുപക്ഷെ അവർ അവിടുന്ന് മാധ്യമങ്ങളെ കാണും എന്നാണ് സൂചന. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഇപ്പോൾ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. കത്തോലിക്ക സഭയ്ക്ക് അല്ലെങ്കിൽ ക്രൈസ്തവ സഭ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യവ്യാപകമായി പ്രതിപക്ഷ കക്ഷികൾ നടത്തുന്നുണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ഭരണകക്ഷി CPIM-ഉം ഇടതുപക്ഷവും ഒപ്പം ഇവിടെ കോൺഗ്രസും ഇതിനൊപ്പമാണ്, കന്യാസ്ത്രീകൾക്കൊപ്പമാണ് എന്ന് ശ്രദ്ധേയമുണ്ട്. അവിടെ പ്രതികരണം, നേതാക്കളുടെ പ്രതികരണത്തിലേക്ക് പോവുകയാണ്. അവിടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാം. KPCC അധ്യക്ഷനുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, മുൻ അധ്യക്ഷൻ VM സുധീരനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും അണിനിരന്നുകൊണ്ട് അതിശക്തമായ പ്രതിഷേധ പരിപാടിയാണ് രാജ്ഭവനിൽ. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഈ പ്രതിഷേധ നടത്തം, പ്രൊട്ടസ്റ്റ് വാക്ക് സംഘടിപ്പിച്ചതിന്റെ കാരണം നമുക്കേവർക്കും അറിവുള്ളതാണ്. ഇന്ത്യൻ ജനാധിപത്യം വലിയ അപകടകരമായ അവസ്ഥയിൽ കൂടി കടന്നുപോകുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മലയാളികളായ 2 കന്യാസ്ത്രീമാർ ആത്മീയ മേഖലയിലും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും
ശക്തമായ പ്രതിഷേധ പരിപാടികളാണ്. നേതാക്കളൊക്കെ അണിനിരന്നുകൊണ്ടുള്ള ശക്തമായ പ്രതിഷേധ പരിപാടിയാണ്. കേരളത്തിൽ ക്രൈസ്തവ വിഭാഗങ്ങളെ ഒപ്പം നിർത്താൻ BJP നടത്തിയിരുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വെല്ലുവിളിയായി കൂടിയ സംഭവമായി ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് മാറുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കേരളത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവും അടക്കം ശക്തമായ പ്രതിഷേധ പരിപാടികൾ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെതിരെ സ്വീകരിക്കുകയും ചെയ്യുന്നത്. രാജ്ഭവനിലേക്കാണ് കേന്ദ്ര സർക്കാരിനെതിരായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രതിഷേധ പരിപാടികൾ നടത്തുന്നത്. കന്യാസ്ത്രീ അമ്മമാർക്കെതിരെ എല്ലാം തന്നെ നടത്തുന്ന അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ സമീപനങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവം. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. രാജ്യവ്യാപകമായി കോൺഗ്രസ് ഇക്കാര്യത്തിൽ പ്രതിഷേധിക്കുകയാണ്. ഇന്ത്യ മുന്നണി പ്രതിഷേധിക്കുകയാണ്. ഇന്നലെ തന്നെ നമ്മുടെ MPമാർ ശ്രീ ബെന്നി ബെഹനാൻ, ശ്രീ NK പ്രേമചന്ദ്രൻ, ശ്രീ ഫ്രാൻസിസ് ജോർജ് വലിയ പ്രതിഷേധ പരിപാടിയാണ്. രാജ്യവ്യാപകമായ പ്രതിഷേധമാണ് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്. കോൺഗ്രസ് MPമാർ, UDFന്റെ MPമാർ കഴിഞ്ഞ ദിവസം അവിടെ സന്ദർശനം നടത്തിയിരുന്നു. അവിടെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെതിരെ പ്രതിഷേധ സൂചകമായി സ്ഥലത്തെത്തിയിരുന്നു. ഇപ്പോൾ കേരളത്തിൽ ക്രൈസ്തവ സഭകൾ വിവിധ രൂപതകൾ കേന്ദ്രീകരിച്ചും വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും വൈകിട്ട് വലിയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിന് പുറമെയാണ് KPCC നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. KPCC ഓഫീസിൽ നിന്നും രാജ്ഭവനിലേക്കാണ് ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധ പരിപാടി. രാജ്ഭവന് മുന്നിലെത്തിയ ശേഷമുള്ള പ്രതിഷേധമാണ്. പ്രധാന നേതാക്കൾ ഉടൻ തന്നെ സംസാരിക്കും. അതേസമയം ഇത് പാർലമെന്റിലും ശക്തമായി ഉന്നയിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം, പ്രതിപക്ഷ കക്ഷികൾ. നമുക്കറിയാം, കന്യാസ്ത്രീകളുടെ മോചനം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രിയങ്ക ഗാന്ധി, കേരളത്തിൽ നിന്നുള്ള MPമാരായ പ്രിയങ്ക ഗാന്ധിയുണ്ട്, ഹൈബി ഈഡനുണ്ട്, ഒപ്പം തന്നെ ആന്റണി അടക്കമുള്ള പ്രതിപക്ഷ രംഗത്തെ പ്രധാനപ്പെട്ട MPമാരടക്കം രാജ്യസഭ, പാർലമെന്റിന്റെ ഇരുസഭകളിലും, പാർലമെന്റിലും ലോക്സഭയിലും രാജ്യസഭയിലും വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാർ ഇതുവരെ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല എന്ന സാഹചര്യമുണ്ട്. അതെ, കേരളത്തിലെ BJP നേതൃത്വം ഈ വിഷയത്തിൽ കന്യാസ്ത്രീകൾക്ക് അനുകൂല നിലപാടാണ് ഇതുവരെ സ്വീകരിച്ചത്. ഇപ്പോഴും അതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ലെങ്കിൽ കൂടിയും അവർ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ, ഒരു നിലപാടെടുക്കാൻ ഇക്കാര്യത്തിൽ BJP തയ്യാറായിട്ടില്ല. ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘപരിവാർ സംഘടനകൾ ഇക്കാര്യത്തിൽ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ നിലപാടെടുത്തിരുന്നു. കാരണം അന്വേഷണം നടക്കുന്നതിന് മുമ്പ് തന്നെ അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന നിലപാട് രാജീവ് ചന്ദ്രശേഖരൻ അടക്കം സ്വീകരിച്ചതിലാണ് അവർക്ക് പ്രതിഷേധം. ഇന്ന് ഈ വിഷയത്തിൽ KPCC അധ്യക്ഷൻ സംസാരിക്കും. നമുക്കറിയാം, രാജ്യമെമ്പാടും അതിശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. ഇവിടെ വിശ്വനാഥ് ചൂണ്ടിക്കാട്ടിയതുപോലെ മലയാളികളായ